ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ റോബ്ലോക്സിൽ നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും കണ്ടൻറ്റും ഇല്ലേനു. എന്ത് നോക്കി വന്നപ്പോഴാണ് നമുക്ക് സാധനം കിട്ടിയത്. എന്താ വെച്ചാൽ ഇതെപ്പോഴും കിട്ടുന്നില്ല. ശരിക്കും വെച്ചാൽ ഷീഷ ഇറക്കുന്ന സമയത്ത് കൊന്നാൽ കിട്ടുള്ളൂ. ഡാർക്ക് ഓഫ് ദ ഫസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് ആണ് സംഭവം. അതെനിക്ക് ഏതോ ജസ്റ്റ് വെറുതെ പറഞ്ഞപ്പോൾ കിട്ടിയതാണ് ഭാഗ്യം കൊണ്ട്. പക്ഷേ ഇതെന്തിനാണ് യൂസ് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഡിസ്കോഡിൽ പോയി ചോദിച്ച് നോക്കി ഇതിൻ്റെ യൂസ് എന്താണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ വെച്ചാൽ നമുക്ക് ബോസിനെ സ്പോൺ ആക്കാം. പിന്നെ ഈ ഗോൾഡൻ റൈസ് ഇല്ലേ, അതേമാതിരിയുള്ള വേറെ റൈസൊക്കെ നമുക്ക് ഒരു റൈസ് ഉണ്ട്, അതിൻ്റെ പേര് ഓർമ്മയില്ല. ഒരു കിഡിലൻ അല്ല, അത് നല്ല പവറിലായിട്ട് നല്ല റൈസാണ്, അത് എടുക്കാറുണ്ട്. അപ്പോൾ അതിന് പോവാൻ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അതിന് കൂടെ ആൾക്കാർ വേണ്ടി വരും, അല്ല നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആൾക്കാരൊക്കെ ഒപ്പിച്ച് വന്നപ്പോൾ അമ്മ കയ്യിൽ നിന്ന് പാളി ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഓരോ സംസാരിച്ച് പെടുത്തുന്ന കഫേൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്നിറങ്ങിയ ഫാക്ടറി എത്തിയപ്പത്തിന് ഏതോ ഒരു കെണ്ട വന്ന് എന്നെ കൊന്ന് എൻ്റെ സാധനം കൊണ്ടുപോയി. പിന്നെ അത് നടക്കില്ല. പിന്നെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. നമുക്കിന്ന് ഗ്രൈൻഡാക്കിയേ നമുക്ക് ഒന്നാമത് നമ്മൾ എന്താ പറയുക, ഈ ഡ്രാഗൺ എടുത്തപ്പോൾ ലെവൽ 339 നമുക്ക് ഏകദേശം ഒരു 400 ആക്കണം. എന്നാലും നമുക്ക് പിന്നെ അടുത്ത ഇലക്ട്രിക് വാങ്ങിയൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനപ്പോൾ പ്ലാന് നോക്കട്ടെ. അപ്പം നമ്മൾ ഡ്രാഗൺ എടുത്തപ്പോൾ ഒരു 350 അടുത്ത് ആക്കി, വല്ലാന്ന് കൂട്ടില്ല, ആകെ 5-10 ലെവൽ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ച് ഇത് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഗ്രൈൻഡ് ആക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഗോൾഡ് റൈസ് എടുത്തല്ലേ, അത് വീറ്റും വീത്തിലാക്കാൻ വിചാരിച്ചു. അത് വീറ്റും വീത്തിലാക്കാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ ഫുൾ തൂത്തോട്ട് പറഞ്ഞാൽ മതി, ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ, ഇത് ഫുള്ള് കാര്യം പറഞ്ഞാൽ മതി അതിനെ പറ്റുള്ള. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോഴുള്ള ഈ ബോസിനെ കൊന്നിട്ട്, ഇതാണ് ബോസ് സ്റ്റോൺ, ഇതിൻ്റെ പേര് സ്റ്റോൺ ബോസ്. കിഡിലെ നെയിമൊക്കെ എല്ലായിടത്തും പല കിഡിലെ നെയിംസാണ്. അപ്പോൾ നമുക്ക് പിന്നെ കൊന്നിട്ട് നമുക്ക് നേരെ എന്താ പറയുക വീത്തെടുക്കാൻ പോവാം. ചാവ് ചത്ത് 5 ഡ്രോപ്പാക്കിയോ? ഇല്ല, ഒന്നും ഡ്രോപ്പാക്കിയില്ല. പക്ഷെ ഡ്രാഗൺ പിടിച്ച് 2 ലെവൽ കൂടി കിട്ടി, അത്യാവശ്യം നല്ല ക്യാഷും കിട്ടി. നമുക്ക് ഇനി C2 പോവാം. അപ്പോൾ എന്താ പറയുക അങ്ങനല്ല, V2 ആക്കണമെങ്കിൽ നമുക്ക് 3 ഫ്ലേവേഴ്സ് വേണം. ഏതൊക്കെ ഫ്ലേവേഴ്സ് വെച്ചാൽ യെല്ലോ ഫ്ലേവർ, റെഡ് ഫ്ലേവർ, ബ്ലൂ ഫ്ലേവർ. അതിൽ യെല്ലോ ഫ്ലേവർ നമുക്ക് ഇങ്ങനെ ഇവിടെയുള്ള NPC എല്ലാ ക്വസ്റ്റിലുള്ള NPCകളെ കൊന്നാലും കിട്ടും. ഓരോ കൊന്നു കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ് എടുത്ത് നിന്നിട്ട് ഓരോ കൊന്നാൽ കിട്ടും. പിന്നെ അതിൽ ബ്ലൂ ഫ്ലേവറും എന്താ പറയുക എപ്പോഴും സ്പോണാവുക വെച്ചാൽ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചാൽ ഒരു ഫ്ലേവർ രാത്രിയും ഒരു ഫ്ലേവർ രാവിലെ സ്പോൺ ആവുള്ളൂ. അത് ഒരു സമയത്ത് ഒരു രാത്രി ഒറ്റ സ്പോൺ ആവുള്ളൂ. ഒരു രാവിലെ സ്പോണായി കൂട്ടിക്കോ, പിന്നെ പിറ്റേ രാവിലെ സ്പോൺ ആവുള്ളൂ. അപ്പോൾ ചാവാതൊക്കെ നോക്കാം, ചാത്തന്നെ കയ്യിൽ പോവുകയും ചെയ്യും. ഞാൻ അതിന് യെല്ലോ ഫ്ലവർ കളക്ട് ആക്കാം, അതാണ് വേറെ സിമ്പിൾ കളക്ട് ആക്കാൻ. ആ കളക്ട് ആക്കിയിട്ട് അടുത്ത് കളക്ട് ആക്കാം. പിന്നെ ഇൻ്റെ പോലെ ആരും പൊട്ടത്തരം കാട്ടാൻ നിൽക്കരുത്. ഞാൻ 1.5 മണിക്കൂർ കൊന്നൊരു സാധനം കിട്ടിയില്ല. അപ്പോഴാണ് കൊടുത്തത് ഈ ഗ്രീൻ സോണിൽ ആദ്യം വന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, ടോക്ക് ചെയ്ത് ക്വസ്റ്റ് എടുക്കണം. ഞാൻ എടുക്കാൻ ചെറുതായിട്ട് മറന്നു. ഞങ്ങൾ സെർവറൊക്കെ ഇറങ്ങി കയറി നോക്കി, എന്നിട്ടും റെഡി ആവുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അവൻ ചോദിച്ചു ക്വസ്റ്റ് എടുത്തു. ഞാൻ ക്വസ്റ്റ് എടുത്തു തന്നു. ഞാൻ അവിടുത്തെ ക്വസ്റ്റ് ആയിരിക്കാം NPCൻ്റെ ക്വസ്റ്റ്, അതെല്ലാം എടുക്കേണ്ടി. ഈ ക്വസ്റ്റ് എടുത്തിട്ട് ഇവിടെയുള്ള NPCകളെ കൊന്നാലും മതി കേട്ടോ. ടെലിപ്പോർട്ടാണ് ഇവിടെയുള്ള കൊല്ലം, പിന്നെ ഇവിടെ നിന്ന് സുഖമായിട്ട് കിട്ടുമല്ലോ. മുമ്പന്മാരെ ഒരു 5-ാമത്തെ കൊല്ലുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടും. ചിലവർക്ക് ഭാഗത്തിൽ 10-20 കൊല്ലേണ്ടി വരും. അതിൻ്റെ അപ്പുറമൊന്നും കൊല്ലേണ്ടി വരില്ല. എടുക്കാന്ന് കൈ എടുത്ത് നോക്കിയാൽ മതി കൊന്നു കഴിഞ്ഞിട്ട്. ഓക്കെ, ഒരു 10 രൂപ കൊന്നപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഈ പ്ലസ് ഫ്ലേവർ 3 അതാണ് യെല്ലോ ഫ്ലേവർ. ഫസ്റ്റ് ഫ്ലേവർ ബ്ലൂ, പിന്നെ റെഡ്, പിന്നെ യെല്ലോ ഫ്ലേവർ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ബ്ലൂവിൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലേവർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. തേർഡ് ഫ്ലേവറാണ് യെല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത ഫ്ലേവേഴ്സിൻ്റെ ഏരിയ കാണിച്ചു തരാം. അതിന് എവിടേക്ക് പോകണ്ട, ആദ്യം ഞാൻ ടെലിപ്പോർട്ട് ആയത് കഫേക്കൊന്നും പോകണ്ട. ഫസ്റ്റ് നമ്മൾ എടുക്കുക പോകേണ്ടത് വെച്ചാൽ നമ്മൾ സോംബിയും ഷിപ്പൊക്കെ ഇല്ലേ, ഒരു ക്രഷ് ഷിപ്പ് ഉണ്ടല്ലോ സോംബിയുള്ള ഏരിയയിൽ, അങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു, അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ ഷിപ്പിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഷിപ്പിൻ്റെ ഇതാ നേരെ കാണുന്ന ഏരിയ തന്നെയാണ്. എൻ്റെ അപ്പോഴും ഷിപ്പുണ്ട്. ആ ഷിപ്പൊക്കെ അല്ലാതെ ആ സോംബിയുള്ള ഏരിയയിലാണ് പോകണം. ഞാൻ കാണിച്ചതാണ്. ഇതിലെവിടെയൊക്കെ ചോദിച്ചാൽ ഇത് ഈ അടിയിലെ മരം കണ്ടോ, അതോ ഈ ഏരിയയിൽ ഈ മരത്തിൻ്റെ അടിയിൽ പിന്നെ ചുറ്റുഭാഗത്തൊക്കെ വെച്ചപ്പോൾ സ്പോൺ ചാൻസ് ഉണ്ട്. പിന്നെ മേലെ ഈ മൂലൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ മേലെ ഈ ഓരോ കല്ലുകളുണ്ടല്ലോ കാണിച്ചതാ ഒന്ന് ഏരിയ. പിന്നെ നേരെ മേലോട്ട് പോവാം. സോംബി തിന്നെ ചുറ്റി കളിച്ചത് എന്താ ഈ മേലെ ക്വസ്റ്റിന് ചുറ്റത്ത് ഓരോ കല്ലുകളില്ലേ, ഈ എല്ലാ കല്ലറയിലും നോക്കുക, ഇവിടെയൊക്കെ സ്പോണാൻ ചാൻസ് ഉണ്ട്. ഇതാണ്ടോ, അപ്പം നൈറ്റ് ബ്ലൂ ഫ്ലവറാണ്. അതെനിക്ക് ബ്ലൂ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്.
ഇതൊരു ഏരിയ, അങ്ങനെ 3 ഏരിയയിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ബ്ലൂ ഫ്ലവർ 1 ആണ്. അത് ഓർമ്മിച്ചൊക്കെ ഇതിലെവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉണ്ടാവാൻ ചാൻസ് പറഞ്ഞാൽ ഇവിടെ ഒരു മരം ഉണ്ട്. മരയുടെ ഇവിടെ ഒരു മരം ഉണ്ട്. ഇതിലേതൊരു മരമാണ് നോക്കുക, എനിക്ക് നോക്കട്ടെ. ദൈവം പോലെ കറക്കിയ സ്ഥലം കണ്ടോ? ഈ കറങ്ങിയ സ്ഥലത്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ലാൻഡ്, ഈ ഐലാൻഡ് ഒന്ന് സെർച്ച് ചെയ്ത് ഫുൾ ഏകദേശം ഒന്ന് നോക്കി സെർച്ച് ചെയ്ത് രാത്രി മാത്രമേ ഇവിടെ സ്പോൺ ആവുള്ളൂ ബ്ലൂ ഫ്ലവർ. ഓക്കെ, ബ്ലൂ ഫ്ലവർ രാത്രി മാത്രമേ സ്പോൺ ആവുള്ളൂ. പിന്നെ അവിടെ ഉള്ളത് വെച്ചാൽ നേരെ മുന്നിൽ ചെറിയൊരു ഇതിന് ഞാൻ എടുക്കുന്നില്ല, ചെറിയൊരു ഗുഹ ഉണ്ടില്ലേ, ആ ഗുഹൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഗുഹൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിന് മേലെ ചെറിയ ഓട്ടം ഉണ്ടാവും. നല്ല ഫ്ലാഷ് നല്ല നോക്കി നോക്കുക. രാത്രിയാണ്, പിന്നെ ഉള്ളിലാകുമ്പോൾ ഇരുട്ടായാലും നല്ല ഫ്ലാഷ് ബ്രൈറ്റ്നസ് കൂട്ടി നോക്കുക. ഞാൻ കാണിച്ചത് വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായി കാണും എനിക്കറിയില്ല, കാരണം ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റിയിൽ ബ്രൈറ്റ്നസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതേതാ ഈ വാതിലുണ്ടാവും, ഇരുട്ടാണ് ഉണ്ടാവും. എനിക്ക് ഇരുട്ടില്ല, ഇല്ല നിങ്ങൾക്ക് വീഡിയോ നല്ല ഇരുട്ടുണ്ടാവും. ഇതേ ആ പൊന്തിലുണ്ടാവും. ഇതിൻ്റെ മേലെ ഒരു നിങ്ങൾക്ക് ഉള്ളിക്കറി കാണാൻ പറ്റുന്നുണ്ടാവും. ഉള്ളിക്കറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ഉള്ളിക്കറി വേണ്ടാവും. അതുമാതിരി ചെറിയൊരു ഓട്ടം കാണാൻ പറ്റും. ആ ഓട്ടിക്ക് എങ്ങനെയെങ്കിലും കയറാൻ നോക്കുക. ആ ഓട്ടി കയറി കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലൂ ഫ്ലവർ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഓക്കെ, അത് വേഗം കാണാൻ പറ്റും. പക്ഷേ വീഡിയോ കാണാൻ മാതിരിയല്ല, ഗെയിം കളിക്കുമ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടിയാൽ അത്യാവശ്യം ക്ലിയറായി കാണാൻ പറ്റും. ഞാനും കയറി. ഞാൻ കുറേ നേരം നോക്കിയിട്ട് കയറി കേട്ടോ. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ബ്ലൂ ഫ്ലവർ ഉണ്ടാവും. നമുക്ക് വേറെ ബ്ലൂ ഫ്ലവർ കിട്ടിയല്ലോ ആ കല്ലറിയുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഈ രാത്രി എവിടെ സ്പോൺ ആവില്ല. ഞാൻ സ്ഥലം കാണിച്ചാൽ നിങ്ങൾക്ക് വെറുതെ എന്താ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത ഏരിയ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ C2ക്ക് വരുന്ന ഫസ്റ്റ് സ്ഥലം ഉണ്ടല്ലോ, കിൻഡം റോസ് എന്ന ഏരിയ. ഇവിടുന്ന് ഒരു ബോട്ട് എടുത്തിട്ട് എന്താ പറയുക, ഞാൻ കാണിച്ചാൽ ബോട്ട് എടുക്കട്ടെ. വലിയ ബോട്ടാണ് ഇത്. ഈ ബോട്ടാണ് റോബൊക്കെ കൊടുത്ത് വാങ്ങാനാണ്. പക്ഷെ നമ്മളെ ഫ്രണ്ടിന് ട്രെയിൻ ചെയ്ത് കിട്ടിയ ബോട്ടാണ്. നമുക്ക് പിന്നെ യാത്ര സുഖമാണ്. റോക്കറ്റ് ബോട്ടാണ്, ഇതിന് പടത്ത് പോകണ്ട. ഇത് പറന്ന് കണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ബഗ് ഉണ്ട്. പിന്നെ അവിടെ കുറേ ബൗണ്ടി ഹണ്ടേഴ്സ് ഉണ്ടാവും. ഉണ്ടോ അവിടുത്തെ വന്ന് നിൽക്കണ്ടവിടെ കൊല്ലാൻ വേണ്ടി. ഇന്നപ്പോൾ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ പോവും എല്ലാം പോവും. ഞാൻ എടുക്കാം മടുക്ക്. ഞാൻ എടുത്തു നോക്കാം. എനിക്ക് പോകുന്നുണ്ട്. ഇതിന്ന് ലെഫ്റ്റിക്ക്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിക്ക് എടുക്കാം. ഇവിടുന്ന് കുറച്ചല്ല, പക്ഷെ അധികം ലെഫ്റ്റിക്ക് എടുക്കാം. ഹെൽത്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് കുറഞ്ഞു ചാടി. എൻ്റെ മുത്തേ 900 HP. ബുദ്ധൻ രക്ഷപ്പെട്ടു. ഇതാണ് ബുദ്ധൻ്റെ യൂസ്. എങ്ങനെയെങ്കിലും ആകാശത്തൊക്കെ പറന്നിട്ടിയാൽ ഒരിക്കലൊന്നും കാട്ടാൻ പറ്റില്ല. കണ്ടോ, അവന്മാർ ഉണ്ടാക്കി വിട്ടെ. നമുക്ക് മെല്ലെ ഇത് നടന്നു പോവാം. ബോട്ട് എടുക്കണ്ട, ബോട്ട് എടുത്തല്ല സീന് അവന്മാർ വന്ന് അടിക്കണേ. ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ ബുദ്ധമാണ് നിർബന്ധമൊന്നുമില്ല. ബുദ്ധം ഇല്ലാതെ തന്നെ എന്താ പറയുക, ഇങ്ങനെ എനർജി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഫസ്റ്റ് കയറുന്ന ഫിഷ് നമ്മളിപ്പോൾ ബോട്ട് എടുത്തല്ലോ, അവിടുന്ന് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നു വരിക. ഇതിൻ്റെ മേലെ കൂടെ നടന്നിട്ട് നമുക്ക് റൈറ്റ് ചെറിയൊരു ഐലൻഡ് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, വീടുകളിലേക്കും കാണാൻ പറ്റും. വിശ്വസിക്കുന്നു, മുന്നിൽ കണ്ടില്ലേ. അവർക്ക് ഒറ്റക്ക് നടന്നോണം ഏറ്റവും ബെറ്റർ. നമ്മൾ ബോട്ട് എടുത്ത് ആ സൈഡിൽ പോകുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് അടിവും എന്തായാലും കൊല്ലാനും കുറച്ച് ലെവൽ കൂടുതലേക്ക് ഈ നമ്മളെ പോലത്തെ ലെവൽ കുറഞ്ഞാൽ അടിച്ചിട്ട് കൊല്ലൽ ഒരു ഹാപ്പിനെസ്സാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഓൽക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഉണ്ടാവും ഓല് ഇപ്പോഴും അടിനാക്കി കൊണ്ടിരിക്കാം അവിടെ. എന്താണ് ഇപ്പം ഈ ചില കടിയന്മാരുണ്ട്, കുറച്ച് ഒരു കിഡ്സുനെയോ എന്താ ഡ്രാഗനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തീർക്കുക. ഓൽക്ക് എന്തായാലും ബൗണ്ടറി കിട്ടില്ല. കാരണം നമ്മൾ ലെവൽ കുറഞ്ഞാൽ ഓൽക്ക് ബൗണ്ടറി കിട്ടില്ല, എന്നാൽ നമ്മളെ കൊല്ലും വേണം. അതാണ് ഓരോ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ ബ്ലൂ ഫ്ലവർ ഇട്ടുള്ള സ്ഥലമാണ്. ഈ 3 ഏരിയ. ഒന്ന് ആ സോമ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ ഗുഹ. പിന്നെ ഈ പൂവുണ്ടോ, എവിടെ വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ എന്താ സ്ട്രോങ്ങസ്റ്റ് കോഡ്. ഞാൻ ഇത് കണ്ടില്ല. ഇതായിട്ട് 1500 ഫാക്മെൻ്റ് ഇട്ട ഗണ്ണ് വാങ്ങാൻ പറ്റും. ഈ ഗണ്ണ് വാങ്ങിയാൽ മതി. ഞാൻ വാങ്ങേണ്ടി. ഏതായാലും ഇതെന്താ വെച്ചാൽ ഇത് കളക്ഷനാക്കി വെക്കാം. അല്ലെ വലിയ പവറൊന്നുമില്ല, ആവശ്യത്തിന് പവറൊക്കെ ഉണ്ട്. നമുക്ക് കളക്ഷനായി വെക്കാൻ പറ്റും. മനസ്സിലായി, ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ പുല്ലാണ് ഈ രണ്ടോ. ഇവിടെയാണ് എന്താ പറയുക ഇത് കിട്ടുക, എന്ത് പറയുക, ബ്ലൂ ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ കിട്ടിയ ഗണ്ണുണ്ടല്ലോ, ഇതെന്താ അമ്പിടുന്ന സാധനം അല്ലേ? ഇത് അമ്പിടുന്ന സാധനമാണ് കറക്റ്റ് കണ്ടാൽ. അപ്പോൾ ഈ പുല്ലുള്ള ഏരിയയാണ്. അപ്പോൾ ഞാൻ ഡെലിപ്പോർട്ടാണ് കൊല്ലു. എന്താ സീ ബീസ്റ്റ് എന്നാ ഞാൻ ഡെലിപ്പോർട്ട് സമ്മതിച്ചില്ലടാ. മാക്കിങ് പോവാ സീ ബീസ്റ്റ് കൊന്നടാ. സീ ബീസ്റ്റിൻ്റെ ടെലിപ്പോർട്ടാ ഇന്നെ വലിച്ചൊഴിച്ച് സീ ബീസ്റ്റ് കൊന്നടാ. ബ്ലൂ ഫ്ലവറും പോയി, യെല്ലോ ഫ്ലവറും പോയി. പക്ഷേ ഞാൻ അതഞ്ഞ് റെഡ് ഫ്ലവറിലെ ഏരിയ കാണിച്ചു നിങ്ങൾക്ക് റെഡ് ഫ്ലവറിലെ ഏരിയ കാണിച്ചു തന്നിട്ട് ഞാൻ ഓഫ്ലൈനിൽ വെക്കാൻ എടുത്തുകൊണ്ട് എന്താ എല്ലാ ഫ്ലേവേഴ്സും ഇല്ലേ. പിന്നെ
ഇനി ഇതേമാതിരി ഇങ്ങനെ എല്ലാ സ്ഥലവും കാണിച്ചാൽ നിന്നാലേ ഇതിനോട് അടുത്തൊന്ന് കൊന്നിട്ട് കണ്ട് ഇതിൻ്റെ ഫ്ലവർ എടുത്ത് പോകും. ഫ്ലവർ കളയുള്ളൂ. ഓൾക്ക് കിട്ടില്ലെന്നാൽ ഫ്ലവർ എന്ത് കളയും ചെയ്യും. അതുണ്ടാകാൻ പോവാം. അപ്പോൾ റെഡ് ഫ്ലവർ ഉണ്ടാകാൻ 2-3 സ്ഥലമുണ്ട്. ഒന്ന് ഈ ഫസ്റ്റ് ഏരിയ, ഈ ഒരു പാലും ഈ ഒരു ചുവപ്പ് ബിൽഡിങ് കണ്ടില്ലേ, നമ്മൾ ഈ ചൂക്ക് കയറി വരുന്നതിൻ്റെ ആ ഏരിയയിൽ നിന്ന് നേരെ മുന്നിൽ വന്നാൽ ഈ ഒരു പാലും ഇത് രണ്ടിൻ്റെ അടിയിൽ പുല്ലുണ്ട്. ആ ഏരിയയിൽ സ്പോൺ ചാൻസ് ഉണ്ട്. പിന്നെ ഉണ്ടാവുക എങ്ങനെ വെച്ചാൽ ഞാൻ ഈ ബുദ്ധ എന്നിട്ടെ അടുത്തില്ല ബുദ്ധിട്ടിട്ട് കാണിച്ചില്ല. ഈ മാൻഷൻ കണ്ടില്ല, അപ്പോൾ ലൂഡ് മാൻഷൻ, ഇതിനുള്ളിൽ ബോസൊക്കെ ഉണ്ട്. അത് നമുക്ക് C3ക്ക് പോകാനുള്ള ആകുമ്പോൾ ഇവിടേക്ക് എത്തേണ്ടി. എവിടെ എനിക്ക് കഴിഞ്ഞ ഹ്യൂമനാക്കാൻ പെടുന്ന കിട്ടിയത് ഈ പുല്ലിൻ്റെ അവിടെ നിന്ന്. ഈ പുല്ലിൻ്റെ പടിയും ഇതിൻ്റെ അപ്പുറത്തെ പുല്ല് ഈ പുല്ലിൻ്റെ പടിയാണ് ഉണ്ടാവുക, സ്പോൺ ആവുക. ഇനി ഇതിനുള്ളിൽ വേറെ ഉണ്ടെന്ന് ചോദിച്ചോട്ടെ കേട്ടോ. മാൻഷനിൽ വേറെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല, ചോദിച്ചോട്ടെ. മാൻഷനിൽ പിന്നെ ഈ പുല്ലുണ്ടല്ലേ, ഈ ഒരു പുല്ലും അതിൻ്റെ അപ്പുറത്തെ പുല്ലും കണ്ടില്ലേ ചെടി, ആ ചെടീൻ്റെ അവിടെ ചിലപ്പോൾ സ്പോൺ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ സ്പോൺ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനുള്ളിൽ പിന്നെയും കുറച്ച് ചെടികളുണ്ട്. ആ ചെടിയൊക്കെ നോക്കിക്കാണ്ട് സ്പോൺ നമുക്ക് ഉറപ്പാൻ പറ്റില്ല. നമ്മളെല്ലാം ദൈവം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ യുദ്ധകാലത്തിൻ്റെ അവിടെയാണ്. ഓക്കെ, സോറി, ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ അല്ല, ഫാക്ടറീൻ്റെ നേരെ വാതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായി കണ്ടതാ ഗ്രീൻ സോണിക്ക് പോകണ വയ്ക്കുക. ഈ ഒരു വട്ടമല്ലേ, ഈ വട്ടത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തെ വട്ടത്തിൽ ഉണ്ടാവുക ചെയ്തതിൽ കിട്ടിയില്ല, സ്പോണെ കണ്ടിട്ടില്ല. അവിടെ ഒന്ന് സെർച്ച് ചെയ്താണ്ട് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ വട്ടത്തിലെ മെയിൻ ചാൻസ് ഡയമണ്ട് ബോസിന് നേരെ തൊട്ട ഓപ്പോസിറ്റേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഇനി വരാൻ പോകുന്നത് ഗ്രീൻ സോൺ ഉണ്ടോ, ഗ്രീൻ സോൺ ഉണ്ട്, ഞാൻ കാണിച്ചതാണ്. ഗ്രീൻ സോൺ എവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ കയറി വരുമ്പോൾ ഈ ചെസ്റ്റ് കാണില്ലേ, ആ ചെസ്റ്റൊക്കെ കാണുന്നതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുണ്ടാവും ഈ ചെടിൻ്റെ വട്ടത്തിലുണ്ടാവും. ഇതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ നോക്കിയാൽ പച്ചൻ്റെ അടുത്തൊക്കെ നിന്നാൽ കാണാൻ പറ്റില്ല. ഇതൊക്കെ ചുവപ്പ് രാവിലെ ഉണ്ടാവുക, മറക്കണ്ട. നീല രാത്രി, ചുവപ്പ് രാവിലെ, മറ്റേ യെല്ലോ ആ കോസ്റ്റ് എടുത്താണ്ട് NPCകളെ കൊന്നാൽ കിട്ടും. ഓക്കെ, ബോസ് വെച്ച് ബാക്കി ഏത് NPCനെ വന്നാലും ഒരു ഡ്രോപ്പ് ചെയ്യും 10-15 കൊല്ലുമ്പോൾ. പിന്നെ ഉണ്ടാവുക ദബട ഉണ്ട് സാധനമില്ല, ഷോപ്പിംഗ് കിട്ടി. അതല്ല ഞാൻ തന്നെ മൈന്യൂട്ട് ഞാൻ പെട്ടെന്ന് കണ്ടതാണ്. ആ കാണിച്ചിട്ട് ഓൻ പോലും കണ്ടില്ല ഞാനത്. അതൊക്കെ പ്ലിങ്കിലെ കാണുന്ന സൂക്ഷിച്ച് നോക്കണം. ചെറിയ സാധനം ഏതാ പിങ്ക് കിട്ടി ഈ ഏരിയ ഉണ്ടാവുക. അപ്പോൾ ചുവപ്പ് എടുക്കുക വെച്ചാൽ ഫസ്റ്റ് കയറി വരുന്ന കിങ്ഡം, നമ്മൾ കയറി വരുന്നിടത്ത് ഫിഷിങ്ങിൻ്റെ ആയിരുന്നു കയറി വരുന്നിടത്ത്, പിന്നെ മാൻഷനിൽ, പിന്നെ ഗ്രീൻ സോണിൽ. ബ്ലൂ എടുക്കുക വെച്ചാൽ സോംബീസ് ഉള്ള ഏരിയ, പിന്നെ എന്താ പറയുക സോംബീസിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചാൽ ഗുഹ, പിന്നെ എൻ്റെ അപ്പുറത്ത് വേറെ ലാൻഡ് ആണെന്ന് നമ്മൾ ഫിഷിങ്ങിൻ്റെ അവിടെ നിന്ന് പോയിക്കാണ്ട് ആ 3 ഏരിയ. പിന്നെ എല്ലാ ഫ്ലേവർ NPCനെ വന്നാലും ഈ 3 കളക്ട് ആക്കിയിട്ട് ഈ ക്വസ്റ്റ് ഒന്നാണ് കളക്ട് ചെയ്ത് കാണിച്ചത്. എന്താണാവോ അവന്മാർ ഇതിനെ കൊന്നുകൊണ്ട് വന്നു. എനിക്ക് ഭയങ്കര ഭാഗം. ബ്ലൂ ഫ്ലവർ ഇവിടെ നിന്ന് കിട്ടി, റെഡ് ഫ്ലവർ അവിടെ നിന്ന് കിട്ടി, കാണിച്ചത് കിട്ടി, പിന്നെ യെല്ലോ ഫ്ലവർ ഇപ്പോൾ റെഡിയായി. അപ്പോൾ നേരെ ഇനി ഹോമിക്ക് ടെലിപ്പോർട്ട് ആവുക. അപ്പോൾ നമ്മളിവിടെ കിങ്ഡത്തിന് കണ്ടു വരും, കിങ്ഡം റോസിൻ്റെ കണ്ട്. ഇവിടുന്ന് ആൾക്കാർ കൊല്ലാതെ ബുദ്ധ യൂസ് ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാൻ ഐഡിയ അല്ല. ഒരു ബുദ്ധൻ്റെ ഇതുണ്ട്, എന്താ പറയുക, ബുദ്ധ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഗെയിമൊക്കെ റെഡിയാക്കാൻ പറ്റില്ല. പഴയ ഏതെങ്കിലും അൺകോമൺ ഇതെടുക്കുക, എന്നിട്ട് കൈ പിടിക്കുക, ഇങ്ങനെ നെക്കരുത്. നെക്കിയുള്ള സീനൊന്നുമില്ല, ഈച്ച് ഡ്രോപ്പ് വരുന്ന അത് വന്നാലും കുഴപ്പമില്ല. അല്ലാതെ കൈ പിടിച്ചിക്കുക. എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ബുദ്ധ ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സൈഡിൽ റൈറ്റ് ചെയ്ത് ചെറിയ സാധനം കണ്ടില്ല, അതിന് നോക്കിയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ നടക്കുക കൺട്രോൾ കൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ചാടി കൊടുക്കുക. റെഡി ആയില്ല, ഞാൻ കാണിച്ചില്ല. ഞാൻ റിമൈൻഡ് അടിച്ചിട്ട് കയ്യിൽ പിടിച്ചേക്കുക അങ്ങനെ. എന്നിട്ട് അങ്ങനെ ചാടി വെക്ക്, ചാടുമ്പോണ്ടോ ബഗ് അടിച്ച് നമ്മൾ സ്പീഡിലാണ് പോകും. അപ്പോൾ നമുക്ക് നമുക്ക് കൊല്ലാൻ പറ്റില്ല. ഓൽക്ക് നമ്മൾ ഈസി രക്ഷപ്പെടാം കേട്ടോ. ഇങ്ങനെ അത്യാവശ്യം സമയത്തൊക്കെ ഇത് യൂസ് ആക്കാം. അല്ലെങ്കിൽ ചടപ്പാണ്, പിന്നെ ഫ്രൂട്ട് മാറ്റൊക്കെ വേണം. അപ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ ചാവതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി വേഗം സുഖമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ 10 സെക്കൻഡ് ഗ്രീൻ സോണിലെത്തി. ആർക്കിനെ കൊല്ലാൻ പറ്റിയതുമില്ല, ഈസി ആയിട്ട് എത്തി കണ്ടോ. ഇനി നമ്മൾ എന്തെന്ന് വെച്ചാൽ കയ്യിൽ പിന്നെ മറന്നു ഞാൻ, കയ്യിൽ 5 ലക്ഷം ആണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ 5 ലക്ഷം കയ്യിൽ വേണം വീച്ചു ആക്കണമെങ്കിൽ. ഈ ക്വസ്റ്റ്യൻ തപ്പട്ടെ. ക്വസ്റ്റ്യൻ അവിടെ ഇവിടെയാണോ? ഇവിടെ അല്ല, പാപ്പട് ഭാഗത്ത് തരാം. ഇവിടെ ഇവിടെ എടുത്ത് വരിക, ടോക്ക് ചെയ്യുക, 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലവറും കൊടുത്തു കഴിഞ്ഞാൽ വീറ്റോ ആയി. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഡാമേജ് കുറയും. നമുക്ക് 20% ഡാമേജ് കൂടി കിട്ടും. NPC അടിച്ചുമ്പോൾ NPC 5% ഡാമേജ് കുറയും ചെയ്യും എക്സ്ട്രാ, മനസ്സിലായില്ലേ? അങ്ങനെ എന്തുകൊണ്ട് സംഭവം എന്താ, നമുക്ക് ഹെൽത്ത് കുറച്ച് ഹീലാവുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ വീത്തിലാക്കാൻ പോവാണ്. ഏത് ഈ ഗോൾ റൈസ് ഹ്യൂമനിൽ എന്നാൽ വീത്തിലാക്കാൻ നമുക്ക് ഡയമണ്ട്, മറ്റേ ജെർമി എന്നാണ്, പിന്നെ ഈ ഗ്രീൻ സോണത്തെ 3 ബോസ്, ഫസ്റ്റത്തെ 3 കോസ്റ്റ്യൂം ബോസിനെ കൊന്നതിന് നമുക്ക് 2 മില്യൺ കൊടുത്തതിന് പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വ്യത്യാസമുണ്ട്.
ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചിട്ടാ. ഇവിടെയും പക്ഷേ ഡയമണ്ടിൻ്റെ ആ ഡയമണ്ട് ബോസിൻ്റെ അടിക്ക് വന്ന ആ സീക്രട്ട് സ്ഥലത്ത് വന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി V3 ആക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഇത് വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചിട്ട്. ഇതാണ് ഡയമണ്ട് ബോസിൻ്റെ ഏരിയ കേട്ടോ. അറിയാത്തവർക്ക് പറഞ്ഞാൽ ഡയമണ്ട് ബോസിൻ്റെ ഏരിയ ആണ്. ഇവിടെ സീക്രട്ട് സ്ഥലമുണ്ട്, അവിടെ വന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഹ്യൂമൻ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ എന്തായാലും ഇട്ട് പോകണം, വീഡിയോ ഇട്ട് പോകണം, എല്ലാം കണ്ടു നോക്കുക. ഈ സ്ഥലത്ത് വന്നിട്ട് ഇയാൾ സംസാരിക്കണം. അവിടെ ഇയാൾ സംസാരിക്കുമ്പോൾ ഇയാൾ പറയും 5-6 കൊല്ലണം പറയും. ഹിഡൻ സ്ട്രെങ്ത് ആക്കി കൊടുക്കുക. മസ്റ്റ് ബി കൺഫ്യൂഷൻ ഫോർ ബട്ട് ഐ ഹാവ് അബിലിറ്റി കൂട്ടാനാണ് പറയേണ്ടത്. എക്സലൻറ്റ് ആക്ക് മീ അഗൈൻ ആഫ്റ്റർ ഡിഫീറ്റ് 5 പ്ലേയേഴ്സാണ്. 5 ബോസ് അങ്ങനല്ല, 5 ഓൺലൈൻ പ്ലേയേഴ്സിനെ കൊല്ലണം. നമുക്ക് സീനില്ല, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് DC പോയി മെസ്സേജ് അയച്ചു. വെറും 2 ഇട്ടപ്പോൾ തന്നെ 3 ആൾക്കാർ വന്നു. 2 വാണിനു രാത്രി 9, 9:30, 10 അപ്പോൾ ആൾക്കാർ കുറവേനു. അപ്പോൾ പറഞ്ഞു ബഹുമാനായിരുന്നു ഒരാൾ 2 കൊല്ലാൻ പറ്റും പറഞ്ഞു. 2-3 കൊല്ലാൻ പറ്റും, പക്ഷേ 2 കൊല്ലാൻ ആവും തോന്നുന്നു. ഞാൻ ഒരാളെ 3 വട്ടം പിന്നെ 2 വട്ടം കൊന്നു നോക്കി, അപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ ആ 1 വട്ടം കൊന്നാൽ പിന്നെയും കൊടുത്തിട്ട് കൊല്ലാൻ നിൽക്കണ്ട, 2 വട്ടം നിൽക്കണ്ട്. ബമ്മ 1 വട്ടം വന്നിട്ടുള്ളൂ. അപ്പോൾ ബമ്മ 2 വട്ടം കൊന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക V3 ആക്കാൻ പറ്റേണ്ടതാണ്. 2 ആളെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ട്. ഒരാളെ 3 വട്ടം കൊല്ലാൻ പറ്റില്ല, ഒരാൾ 2 വട്ടം കൊല്ലാൻ പറ്റും. അപ്പോൾ 3 ആളുണ്ടല്ലോ, അപ്പോൾ 2 വട്ടം വെച്ചാൽ 6 ആളെ കൊല്ലുന്ന കഴിഞ്ഞാൽ എനിക്ക് ആക്കാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷേ ബമ്മമാർ മറിയുന്നുണ്ട്, കൊല്ലാൻ പറ്റില്ലടാ. ബമ്മമാർ പറയട്ടെ എന്താ പറയുക ഇത് മാറ്റാൻ. റൈറ്റാക്കി വന്നിട്ടുണ്ട്. അടുത്തിന് വന്ന് അടുത്തോടെ ക്രൂസന് വന്നതല്ല, ക്രൂസന് പാടി 3 കൊന്നതാണ്. വിദ്യാചനി കൊന്ന്. ഓക്കെ ഡൺ. അപ്പോൾ ഗൈസ് ഇപ്പം റെഡി ആവാൻ്റെതാണ് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ, പോയോക്കട്ടെ. പഠിച്ചോനാവണേ. ഇത് പിന്നെ 2 ഇവിടുന്ന് ഒപ്പിച്ചാൽ ഞാൻ ലെസ്കോ ഗൈസ് പറ്റുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. 2 മില്യന്മാരും കൊടുത്താൽ നമ്മൾ V3 ആയിട്ടുണ്ട്. പേ ചെയ്യട്ടെ കേട്ടോ. V3 ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബാഡ്ജും കിട്ടി, ഹെൽ സൗണ്ട് പറഞ്ഞാണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് V3 ആക്കൽ. എന്ത് ഗോൾഡൻ റൈസ്, തൊള്ളി കിട്ടാത്തൊരു പേര്. വോൾ റൈസ് അല്ല, വോൾ റൈസ് അങ്ങനെ തോന്നുന്നു. ഗോൾഡൻ റൈസ് കറക്റ്റ് പറയാം. ആ സാധനം V3 ആക്കി കഴിഞ്ഞാൽ V4 ആക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെവൽ വേണം. കാരണം നമുക്ക് കുറച്ച് അല്ലച്ചുള്ള അധികം പണിയുണ്ട് V4 ആക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി വേറെ ഏഞ്ചൽ അങ്ങനെ ഏതെങ്കിലും V2 V3 ഇങ്ങനെ ആക്കണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാം. ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ വേണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി എന്ത് വീഡിയോ കണ്ടന്റ് വേണം എന്നും കമൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് തെറ്റാതെ കണ്ട് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് റെഡി ആയി തരാം. എനിക്ക് അറിയാത്ത സംഭവങ്ങളൊക്കെ. ബൈ.